എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഗംഭീര ചർച്ച വാർത്താ മാധ്യമങ്ങൾ എടുത്താലും ചില ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എടുത്താലും എല്ലാം ഗംഭീര ചർച്ച പാറ്റകളെ കുറിച്ചാണ്. ഒരു പാറ്റകളുടെ ഒരു കൂട്ടായ്മ ഈ രാജ്യത്തെ ഓൺലൈൻ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് എന്താ? കോക്രോച്ച് ജനതാ പാർട്ടി. പാറ്റകളുടെ കൂട്ടായ്മ, കൂറകളുടെ കൂട്ടായ്മ, അത്ര തന്നെ ഉള്ളൂ, പറഞ്ഞാൽ മതി. അല്ലാതെ അധികം ഡെക്കറേഷൻ ഒന്നും വേണ്ട. അതിൻ്റെ പേര് അവരിട്ടിരിക്കുന്നതാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി. അതിനെക്കുറിച്ചാണ്, ഈ കൂറകളെ കുറിച്ച് അല്ലെങ്കിൽ പാറ്റകളെ കുറിച്ചാണ് ഇപ്പം മാധ്യമങ്ങളൊക്കെ ഗംഭീരമായ ചർച്ച. നമ്മളുടെ വാർത്താ മാധ്യമങ്ങൾ ഈ കൂറകളുടെ കേരളത്തിലെ പ്രതിനിധികളെയൊക്കെ വിളിച്ച് അവരെയൊക്കെ ചർച്ചയ്ക്ക് ഇരുത്തണം, അവരുമായിട്ടൊക്കെ സംസാരിക്കണം, ഇൻ്റർവ്യൂ നടത്തണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തണം. ഓക്കെ, അതൊക്കെ അവരുടെ മാധ്യമ സ്വാതന്ത്ര്യത്തിൽ പെടണം, അതൊക്കെ അങ്ങനെ നടക്കട്ടെ. പിന്നെ നമ്മളുടെ മാധ്യമങ്ങൾ, ചില മാധ്യമങ്ങളൊക്കെ പറയണ്ടേ കേന്ദ്ര സർക്കാരിൻ്റെ മുട്ട് വിറക്കിയാണ് എന്നാ പറയണേ ഈ കൂറകളുടെ കൂട്ടായ്മ കണ്ടിട്ട്, സോഷ്യൽ മീഡിയ കൂട്ടായ്മ കണ്ടിട്ട്. ഏകദേശം ഇൻസ്റ്റയിൽ 2 മില്യണിന് അടുത്ത് ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. ഇത് കണ്ടിട്ടാന്ന് തോന്നുന്നു കേന്ദ്ര സർക്കാരിൻ്റെ മുട്ട് വിറക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളുടെ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കണം. ഈ 2 മില്യൺ ഫോളോവേഴ്സ് ഇൻസ്റ്റയിൽ നിങ്ങൾ പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും ബർമയുടെയൊക്കെ കൊടിയൊക്കെ വെച്ചിട്ടൊന്ന് പോയി ചെക്ക് ചെയ്താൽ അറിയാം ആ രാഷ്ട്രത്തിലുള്ള എത്ര പേരുണ്ട് ഈ ഇവരുടെ കൂറകളുടെ പേജ് ഫോളോ ചെയ്യണമെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. അപ്പോൾ അറിയാം 2 മില്യൺസിൽ എത്ര പേരുണ്ട് ഇന്ത്യക്കാരെന്ന് നിങ്ങൾക്ക് അപ്പോൾ അറിയാൻ കഴിയും. പിന്നെ ഈ 2 മില്യൺ ഫോളോവേഴ്സ് ഓൺലൈനിൽ കാണുമ്പോഴത്തേക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഒക്കെ മുട്ട് വിറച്ചു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ അത് നിങ്ങളുടെ മാനസിക സംതൃപ്തിക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കണമെന്നാണ്. നിങ്ങൾ അങ്ങനെ കൊടുത്തോ? നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടായതോ ആരൊക്കെ എന്തൊക്കെയോ കരഞ്ഞു തീർക്കുന്നുള്ള പഴഞ്ചൊല്ലുണ്ടല്ലോ, അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മാനസിക സംതൃപ്തിക്ക് വേണ്ടി ചില മാധ്യമങ്ങൾ അങ്ങനെ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കണം. ഈ ഓൺലൈൻ കൂട്ടായ്മയിലൊക്കെ 2 മില്യൻ്റെ അടുത്ത് ഫോളോവേഴ്സ് വരുമ്പോഴത്തേക്കും കേന്ദ്ര സർക്കാരിൻ്റെ മുട്ട് വരയ്ക്കണം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ അടുത്ത്. പിന്നെ ഇവരുടെ അക്കൗണ്ടുകളൊക്കെ പൂട്ടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ നമ്മളുടെ മാധ്യമങ്ങൾ കൊടുക്കും. രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും സുരക്ഷതയ്ക്കും ജനാധിപത്യത്തിനുമെതിരെ പ്രവർത്തിക്കുന്ന ആർക്കുമെതിരെ നടപടി എടുത്തിരിക്കും. അതിഞ്ഞ് പാറ്റകളായാലും ശരി, കൂറകളായാലും ശരി, പന്നികളായാലും ശരി, നടപടി എടുത്തിരിക്കുക തന്നെ ചെയ്തിരിക്കും. രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും സുരക്ഷതയ്ക്കും എതിരെ, ജനാധിപത്യത്തിനും എതിരെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനിപ്പോൾ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. രാജ്യത്തിൻ്റെ അഖണ്ഡതയും ജനാധിപത്യവും സുരക്ഷിതയും കാക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിനെതിരെ ഏത് പന്നികളും ഏത് പാറ്റകളും ഏത് കൂറകളും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നടപടി വന്നിരിക്കും. നിരോധിക്കേണ്ടത് നിരോധിക്കുക തന്നെ ചെയ്തിരിക്കും. പിന്നെ അടുത്തത് വാർത്ത കൊടുക്കണുണ്ടോ? പിന്നെ എന്താ? നേപ്പാളിലെയും ശ്രീലങ്കയിലെയൊക്കെ കാര്യങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് ചില മാധ്യമങ്ങളൊക്കെ വാർത്തകൾ കൊടുക്കണുണ്ട്. അത് നിങ്ങൾ ഉദ്ദേശിച്ചത് ശ്രീലങ്കയിലെയും നേപ്പാളിലെയും ജൻസി പ്രക്ഷോഭത്തെ കുറിച്ചിട്ടാണ്, കോട്ട് ചെയ്തിട്ടാണ് ആ വാർത്ത പറയണേന്നുള്ള കാര്യം മനസ്സിലായി. അവിടെയൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിനെതിരെയും ജനാധിപത്യത്തിനെതിരെയൊക്കെ അവിടെ പ്രക്ഷോഭങ്ങൾ നടന്നല്ലോ, അതിനെയൊക്കെയാണ് ഉദ്ദേശിച്ചാണ് നിങ്ങൾ ആ വാർത്ത കൊടുത്തിരിക്കണേന്നറിയാം. ഓക്കെ, അവിടെയൊന്നും ഇല്ലാത്ത 2-3 കാര്യങ്ങൾ ഈ മഹാരാജ്യത്ത് ഭാരതത്തിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, ശക്തമായ ഒരു ഭരണ സംവിധാനമുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. അതിൽ ശക്തനായ ഒരു പ്രധാനമന്ത്രിയും നമുക്കുണ്ട്, പേര് മോദിജി. അത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. 2, അതിശക്തമായ ഒരു പട്ടാള സംവിധാനമുള്ള രാജ്യമാണ് നമ്മുടേത്. ശ്രീലങ്കയിലും നേപ്പാളിലൊന്നും അതില്ല. പിന്നെ നമ്മളെ രാജ്യത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. RSS എന്ന ഒരു സംഘടനയും കൂടി ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അതും നേപ്പാളിലും ശ്രീലങ്കയിലും ഇല്ല. ഇങ്ങനെ 2-3 കാര്യങ്ങൾ നേപ്പാളിലും ശ്രീലങ്കയിലും ഇല്ലാത്തത് നമ്മുടെ രാജ്യത്തുണ്ട്. അതുകൊണ്ട് നേപ്പാളിലെയും ശ്രീലങ്കയിലെയൊക്കെ പ്രക്ഷോഭങ്ങളൊന്നും കോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ കൂറകളുടെ വാർത്ത അതിൽ കൊടുക്കണ്ട. കാരണം ഇങ്ങനെ 2-3 കാര്യങ്ങൾ ഈ രാജ്യത്തുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ BJPക്ക് ഭീഷണി, കേന്ദ്ര സർക്കാരിന് ഭീഷണിയാണ് ഈ കൂറകളുടെ ഓൺലൈൻ കൂട്ടായ്മ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വരേണ്ടത്. 2014 കേന്ദ്രത്തിൽ മോദിജി പ്രധാനമന്ത്രിയായ അധികാരമേറ്റപ്പം മുതൽ തുടങ്ങിയതാണ് പല രൂപത്തിലും പല ഭാവത്തിലും പല വേഷത്തിലുമൊക്കെ
ഈ സർക്കാരിനെതിരെയും BJPക്കെതിരെയും ഈ കൂട്ടായ്മ അത് പല രീതിയിലുള്ള സമരങ്ങളിലും വന്നിട്ടുണ്ട്. കർഷക പ്രക്ഷോഭം, പിന്നെ ഗുജറാത്തിലെ ജാട്ട് പ്രക്ഷോഭം, പട്ടേൽ സമരം, ഗുജറാത്തിലെ പട്ടേൽ സമരം, ഇതൊക്കെ നടത്തിയപ്പോൾ നിങ്ങൾ അന്ന് പറഞ്ഞിരുന്നത് BJP ഗുജറാത്തിലില്ല. കർഷക സമരം നടത്തിയപ്പോഴത്തേക്കും ഡൽഹിയിലും ഹരിയാനയിലും പഞ്ചാബിലും കേന്ദ്രത്തിലൊന്നും BJP ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വാർത്ത കൊടുത്തുകൊണ്ടിരുന്നതാണ്. ആ കർഷക സമരത്തിലും അതുപോലെ തന്നെ ഗുജറാത്തിലെ പട്ടേൽ സമരത്തിലും നിങ്ങൾ അങ്ങനെ ഗുജറാത്തിലെ BJP നിലം പരിശായി എന്ന് പറഞ്ഞ പോലെ വാർത്ത കൊടുത്തിരുന്നതാണ്. അതുകൊണ്ട് ഈ 2014 മുതൽ BJPക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ ഇങ്ങനെ പല രീതിയിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ സമരവും പ്രക്ഷോഭങ്ങളും ഇങ്ങനെയുള്ള കൂട്ടായ്മകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും വിജയിക്കാതെ ആയപ്പോഴാണ് അവർ പുതിയ രൂപത്തിൽ തലയും വാലുമില്ലാത്ത കൂറകളുടെ രൂപത്തിൽ വീണ്ടും കേന്ദ്ര സർക്കാരിനും BJPക്കുമെതിരായി വന്നുകൊണ്ടിരിക്കുന്നത്. അത് അവർ പറഞ്ഞിട്ടില്ല കേട്ടോ. ഞങ്ങൾ BJP നമ്മുടെ മാധ്യമങ്ങളാണ് അത് പറയുന്നത് BJPക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയുള്ളതാണ് എന്ന്. അതിപ്പോൾ ഇത്രേ പറയാനുള്ളൂ. ഇതിലുള്ളവർ മുഴുവൻ കേന്ദ്ര സർക്കാരിനെതിരെയും BJPക്കെതിരെയും 2014 മുതൽ പല രീതിയിൽ പ്രക്ഷോഭങ്ങളും സമരങ്ങളും കൂട്ടായ്മകളൊക്കെ ആയിട്ട് വന്നവരാണ്. അതിലൊന്നും വിജയിക്കാതിരുന്നപ്പോൾ അവർ പുതിയ രൂപത്തിൽ തലയും വാലും ഇല്ലാത്ത പുതിയ രൂപത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയും BJPക്കെതിരെയും വരണു. അതത്ര വലിയ കാര്യമാക്കൊന്നും വേണ്ട. തലയും വാലും ഉള്ള ആൾക്കാരായി വന്നിട്ട് ഈ കൂട്ടായ്മ രൂപീകരിച്ചിട്ട് BJPക്കോ കേന്ദ്ര സർക്കാരിനോ ഒരു പോറലും സംഭവിച്ചിട്ടില്ല. പിന്നെയാണ് ഇനി തലയും വാലും ഇല്ലാത്ത ഈ കൂറകളെ നിരീച്ച. എന്തായാലും ശരി, നമ്മളെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, പുതുമഴയ്ക്ക് പൊന്തി വന്ന പാറ്റകളുടെ ആയുസ് ഇത്രയേ ഉള്ളൂ എന്ന്. അതുപോലെ തന്നെ ഇന്നലത്തെ മഴയിൽ പൊന്തി വന്ന തകരകളാണ് ഈ കൂറകൾ. അവരിത്രയും ദിവസമേ ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും നമസ്കാരം.